ഹലോ അമ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോവയ്ക്ക ഫ്രൈ ആണ്. അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അതിനായി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നീട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്നതിന് ശേഷം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് മൂത്ത് വരണം. പിന്നീട് അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കറുവേപ്പില ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിലായിരിക്കണം എല്ലാം ചെയ്തെടുക്കേണ്ടത്. പിന്നീട് അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായി ചേർത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നിറം മാറി വന്നാൽ മാത്രം മതി. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല ആഡ് ചെയ്യാം. വളരെ കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച കോവയ്ക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിലോ വട്ടത്തിലും ചതുരത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നീട് അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചെടുത്തതാണ്. കോവയ്ക്ക നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. അമ്മാസ് വ്ളോഗ് ഇത് കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നീട് അതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആയി നമുക്ക് കിട്ടും. ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കോവയ്ക്ക ഫ്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പിന്നെ അത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വളരെ നല്ലൊരു ഫ്രൈ ആണ്.